ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ എനിക്ക് ഐഡന്റിറ്റി പരമായി എന്നെ ഐഡന്റിഫിക്കേഷൻ പറയുമ്പോൾ ചില മനുഷ്യർ നമ്മളോട് സൗമ്യമായി ഇടപഴകും, ചില മനുഷ്യർ നമ്മളോട് അബ്യൂസബിൾ ആയിട്ട് പെരുമാറും, ചില മനുഷ്യർ നമ്മളോട് ആക്രോശത്തോടെ വരും. അത് സൈബർ ഇടങ്ങളിൽ അല്ലെങ്കിൽ പൊതുവിടങ്ങളിൽ ഇത്തരത്തിലുള്ള തഴയപ്പെടലുകൾ ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ലീഡിംഗ് ലേഡീസിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ശക്തയായ ഒരു സ്ത്രീയെ തന്നെയാണ്. മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിലും മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും നല്ലൊരു അഭിനേത്രി എന്നുള്ള രീതിയിലും ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിലും എല്ലാ മേഖലയും തന്റെ നിറ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കുതിച്ചു മുന്നോട്ട് ഉയരുന്ന ഒരു സ്ത്രീയെ തന്നെ ലീഡിംഗ് ലേഡീസിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ തന്നെയാണ് ഞങ്ങൾ ഇത്രയും ഹാപ്പി ആയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ പ്രോഗ്രാമിലേക്ക് സ്വീറ്റി ബെർണാഡിനെ നേരിട്ട് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പരിപാടി ഇവിടെ ആരംഭിക്കാം. സ്വാഗതം. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു മാധ്യമപ്രവർത്തകയായിട്ട് ജീവൻ ടി വിയിലൂടെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത്. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ ജീവൻ ടി വിയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ റെറ്റിന മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ എനിക്ക് സാധിച്ചതിൽ എങ്ങനെയുണ്ട് മാധ്യമപ്രവർത്തക എന്ന് പറയുന്ന റോൾ കൈകാര്യം ചെയ്യുമ്പോൾ അനുഭവങ്ങൾ? സത്യം പറഞ്ഞാൽ അതൊരു ലക്ക് തന്നെയാണ്. സത്യം എനിക്ക് 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 ഏറ്റവും എന്നിലൂടെ കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ എനിക്ക് ഐഡന്റിറ്റി പരമായി എന്നെ ഐഡന്റിഫിക്കേഷൻ പറയുമ്പോൾ ഞാൻ കാണിച്ചു കൊടുത്ത ആ ഒരു പാതയിലൂടെ ഒരുപാട് നല്ല മക്കൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവൻ ടി വിയിലൂടെ മാത്രമല്ല, വേറെ ഒരുപാട് സ്വകാര്യ ചാനലുകളിലൂടെ എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ അതേ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന ഒത്തിരി ട്രാൻസ് വുമൻസ് കുട്ടികളുണ്ട്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഐഡന്റിറ്റിയിൽ അഭിമാനമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ തന്നെ ഐഡന്റിഫിക്കേഷനിലൂടെ പുറത്തു കൊണ്ടുവന്നത് അല്ലെങ്കിൽ കമ്മിങ് ഔട്ട് നടത്തിയപ്പോൾ തന്നെ എനിക്ക് ഒരു ഐഡന്റിറ്റി കിട്ടിയത് ഈ ഒരു മാധ്യമ പ്രവർത്തനം തന്നെയാണ്. അതിൽ എനിക്ക് ജീവൻ ടി വിയോടും അതിലെ പ്രധാന പങ്കുവഹിച്ച എൻ്റെ സുബിത മാമിനോടും അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയോടും എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരോടും ഒക്കെയാണ് നന്ദി പറയാനുള്ള. പിന്നെ എൻ്റെ മക്കളോടും. ശരിക്കും ഇപ്പോഴും നിരന്തരം വേട്ടയാടുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗം തന്നെയാണ് സ്വീറ്റി മമ്മി ഉള്ളതെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഓരോ ദിവസവും വളരെ ഭീകരമായ ക്രൈസിസുകളാണ് മറ്റു വിഭാഗങ്ങൾ നേരിടുന്ന പോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നിലവില് ഞാൻ പറയട്ടെ, ഭീകരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇതൊന്നും ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. ബിക്കോസ് നമ്മുടെ മനുഷ്യർ നമ്മളെ തിരഞ്ഞെടുക്കുന്ന ഓരോ വശങ്ങളാണത്. ചില മനുഷ്യർ നമ്മളോട് സൗമ്യമായി ഇടപഴകും, ചില മനുഷ്യർ നമ്മളോട് അബ്യൂസബിൾ ആയിട്ട് പെരുമാറും, ചില മനുഷ്യർ നമ്മളോട് ആക്രോശത്തോടെ വരും. അത് എനിക്ക് തോന്നുന്നു ട്രാൻസ്ജെൻഡർ മനുഷ്യർ മാത്രമല്ല നേരിടുന്നത്. ഇപ്പോഴത്തെ തലമുറയിൽ സിസ്ജെൻഡർ മനുഷ്യരും സ്ത്രീകളും പുരുഷന്മാരൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള. ഇപ്പൊ അമ്മേനെ വെട്ടിക്കൊല്ലുന്ന മകൻ, പിന്നെ സ്വന്തം കാമുകനെ വിഷം കൊടുത്തു കൊല്ലുന്ന കാമുകി. അപ്പൊ അതുപോലെ തന്നെ ട്രാൻസ് മനുഷ്യരെയും. പക്ഷേ എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പൊ വളരെ കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും കുറെ മാറ്റങ്ങൾ വന്നതിലുപരി ഞങ്ങളെ സൈബർ ഇടങ്ങളിൽ അല്ലെങ്കിൽ പൊതുവിടങ്ങളിൽ ഇത്തരത്തിലുള്ള തഴയപ്പെടലുകൾ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ പാർലമെന്റ് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ രാഷ്ട്രീയവൽക്കരിക്കുക, അല്ലെങ്കിൽ സിനിമാ മേഖലകളിൽ നമ്മളെ തഴയപ്പെടുന്നുണ്ട്. അവിടെ കഥകളിലൂടെ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ സമൂഹത്തിലെ തെറ്റായിട്ടുള്ള ഒരുപാട്. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ മോൾക്ക് നിധി എന്ന് പറയുന്ന എൻ്റെ മോളാണ്. മോൾക്ക് ഞാൻ എന്താ പറയുക, എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അവൾ ബാംഗ്ലൂർ IT ആയിട്ട് ഒരു HR ആയിട്ട് വർക്ക് ചെയ്യാണ്. അവൾക്ക് ഇതുപോലൊരു ബാഡ് കമന്റ് വന്നിട്ട് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ഇമ്പാക്ട് പറയുകയാണ്. ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. നെഗറ്റീവ് കമന്റ് വന്നതിന് പുറമെ ഞങ്ങൾ സൈബർ സെല്ലിൽ കോൺടാക്ട് ചെയ്യുകയും കൊച്ചിയിലെ സൈബർ ബ്യൂറോയിൽ കംപ്ലൈന്റ് കൊടുക്കുകയും അവർ ഞങ്ങൾക്ക് ക്വിക്ക് ആക്ഷൻ എടുക്കും. സൈബർ പോലീസിലെ ഓഫീസർമാരും അതിലെ എല്ലാ പ്രവർത്തകരും ഞങ്ങളോട് നന്നായി പെരുമാറി. എങ്കിൽ പോലും ഇതിലെ പ്രതിയെ അവിടെ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അത്തരക്കാരുള്ള പ്രതിയായ വ്യക്തി വളരെ സങ്കടത്തോടെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് തൊഴുകയോടെ പറയുകയാണ്, എനിക്ക് പറ്റിപ്പോയി. എൻ്റെ 3-4 സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, കേരളത്തിന്റെ നാശമാണ് LGBT കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ നടുവിലും അല്ലെങ്കിൽ കോളേജ് ഇപ്പൊ അറിയാലോ, ലഹരി മാഫിയ ഒരുപാട് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ്, ഞങ്ങൾ മനുഷ്യരല്ല, ഇത്തരത്തിലുള്ള മൃഗങ്ങളാണ് എന്നുള്ള നെഗറ്റീവ് കണ്ടന്റുകൾ മനുഷ്യരുടെ മനസ്സിലേക്ക് കടത്തിവിടുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് പൊതുവായി ചിലപ്പോൾ ആ വ്യക്തി ലഹരി ഉപയോഗിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഇത്തരത്തിലുള്ളൊരു
നെഗറ്റീവ് വശം ആ വ്യക്തിയുടെ മനസ്സിലേക്കും മൈൻഡിലേക്കും തള്ളിവിടുന്നത്. അത് ഈ വ്യക്തി പറഞ്ഞു, ഞാൻ ലഹരി ഉപയോഗിക്കുകയും മദ്യപിക്കുകയും ചെയ്ത സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായത്. എന്നോട് പറഞ്ഞു കേരളത്തിലുള്ള എല്ലാ LGBTQ മനുഷ്യരെല്ലാവരും കേരളത്തിന് നാശമാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു തോട്ട് വന്നതും എനിക്ക് അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനത്തിലുള്ള മോശമായിട്ടുള്ള കമന്റുകൾ ഇടുന്നതും ഞാൻ ഇനിയും ഇടാൻ എനിക്ക് മാനസികമായിട്ട് അങ്ങനെ തോന്നിയതും. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇനി അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. ഞാൻ അപ്പോൾ വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഫാമിലി ഉണ്ട്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞങ്ങൾ താമസിക്കുന്നത്, പൊതുവിടങ്ങളിൽ പോകുന്നത്, സാമൂഹികപരമായി തന്നെ ഇടപെടുന്നത്, ഞങ്ങൾ ആരും കഴിവുകെട്ടവരല്ല, ഒഫീഷ്യലായിട്ട് പെരുമാറുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ജോലി, വസ്ത്രം, പാർപ്പിടം ഇതെല്ലാം ഉള്ള വ്യക്തികളാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ടെററിസ്റ്റുകളോ അല്ലെങ്കിൽ തീവ്രവാദികളോ അല്ലെങ്കിൽ അതിൽപ്പെട്ട വ്യക്തികളോ ഒന്നുമല്ല, മാവോയിസ്റ്റുകളോ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ആ വ്യക്തിക്ക് ഉത്തരം മുട്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കുറച്ചൊക്കെ ഏകദേശം ഒരു പൂ ചോദിച്ച് പൂക്കാലം ഞാൻ തന്നു. ശരിക്കും വളരെ എന്താ പറയുക, മോശമായിട്ടുള്ള ഒരു മാറ്റി നിർത്തലുകൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. സ്വന്തം ഐഡന്റിറ്റി മനസ്സിലായിട്ടും അത് റിവീൽ ചെയ്തിട്ടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഒതുങ്ങി നിൽക്കുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും ഇല്ല. അതെ അതെ, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് അത് ഈ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ 3 സിനിമകളിലുള്ള അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് നല്ലൊരു സിനിമ തിയേറ്റർ റിലീസ് ആയി കേട്ടോ. അപ്പോ അതെ അതെ അതെ, ആ സിനിമയുടെ പേരൊക്കെ അറിയാം. ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യം കൊടുക്കുമ്പോൾ തന്നെ ആ സിനിമയുടെ പേര് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അതിൽ എന്നെ തിരഞ്ഞെടുത്ത് അഭിനയിപ്പിച്ചു. അതിൻ്റെ ഒരു തരത്തിലുള്ള പ്രൊമോഷൻ വർക്കുകൾക്കോ അതിൻ്റെതായിട്ടുള്ള മീഡിയ പ്രോഗ്രാമുകൾക്കോ ഒന്നും എന്നെ വിളിക്കുകയോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള വിഷമമാണ് അവരുടെ കൂട്ടത്തിൽ നമ്മളെ മാറ്റി നിർത്തുന്നത്. അത് വല്ലാത്ത ഡിസ്ക്രിമിനേഷൻ എനിക്ക് ഉണ്ടാക്കി. പിന്നെ മലയാള സിനിമയിൽ ട്രാൻസ്ജെൻഡർ കഥാപാത്രങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയാണെന്ന് പരിഗണിക്കാൻ പലയിടത്തും ഡിസ്ക്രിമിനേഷൻസ് വരുന്നു. അത് ഞാൻ മാത്രമല്ല കേട്ടോ, അത് ഒരുപാട് കമ്മ്യൂണിറ്റികൾ നിരന്തരം കാണുന്ന, ഇത് ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല, അത് പലയിടത്തും, തൊഴിലിടത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊതുവിടങ്ങളിലായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ആണ്. അതിനൊക്കെ ഒരു മാറ്റം വന്നാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിപ്പോ ഒരു ഓപ്പൺ ടോക്ക് ആണല്ലോ, അതുകൊണ്ടാണ്. പേഴ്സണലി സൂചിമാമിയെ കുറിച്ചിട്ടൊന്ന് പറയോ? പേഴ്സണലി എന്താ പറയാ, ഞാൻ പിന്നെ എൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്, ഞാൻ 8th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി മാറിയതാണ്. ശരിക്കും എൻ്റെ വീട്ടിൽ അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്. എൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഒരു ഫിഷർമാൻ ആണ്. വേണ്ടത്ര രീതിയിലുള്ള ഒരു ബേസിക് നോളജ് മാത്രമേ ഉള്ളൂ. അമ്മച്ചിയാണെങ്കിൽ കുറച്ചൊരു വിദ്യാഭ്യാസമുള്ള വ്യക്തി. അപ്പോൾ അപ്പച്ചനുണ്ട്, അനിയനുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നല്ല, അവർക്ക് അറിവില്ലാത്ത സമയത്ത് ഒരു ട്രാൻസ്ജെൻഡർ എന്താണെന്നോ അല്ലെങ്കിൽ ഒരു LGBT എന്താണെന്നോ അറിയാത്ത സമയത്ത് തന്നെ അവർ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഹാപ്പി ആവുന്നതും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും വീട്ടുകാരോടൊപ്പമാണ്. ഞാൻ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഓരോ കമ്മ്യൂണിറ്റികളും അല്ലെങ്കിൽ ഓരോ മനുഷ്യരും ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഫാമിലിനെ വിട്ടിട്ട് ഒരു സ്ഥലത്തേക്കും പോകരുത്. അവഗണനകൾ ഉണ്ടാവാം, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വരുമ്പോൾ നിങ്ങളുടെ ഫാമിലി തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, ചേർത്ത് നിർത്തും. കൂടെ എപ്പോഴും നിങ്ങളുടെ കൂടെ മരണം വരെ ആരുണ്ടായി എന്ന് പറഞ്ഞാലും നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും വീട്ടുകാരും കഴിഞ്ഞിട്ടേ ഉണ്ടാവത്തുള്ളൂ. അത് ഇപ്പോൾ എല്ലാവരും അങ്ങനെയല്ല എന്നെങ്കിൽ പോലും, എല്ലാവരും അങ്ങനെയല്ല എന്നൊരു കമന്റ് വന്നാൽ പോലും ഞാൻ പറയും അത് ശരിയല്ല. നമ്മുടെ വീട്, മാതാപിതാ, ഗുരു ഉണ്ടായതിനു ശേഷം മാത്രമേ ബാക്കിയെല്ലാം. അത് സത്യമല്ലേ? അതെ അതെ അതെ. പിന്നെ ഈ റീസെൻ്റ്ലി നമ്മുടെ ഒരു ട്രാൻസ് യുവതിനെ അതിഭീകരമായിട്ട് കുറേ ആളുകൾ മർദ്ദിച്ചിട്ട് ഒരുവിധം ആൾക്കാരൊക്കെ പ്രതിഷേധങ്ങൾ മമ്മി അടക്കം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ഇമ്പാക്ട് നിലവിൽ അതിനെ പറ്റിയിട്ടുള്ള വിഷയം ഞാൻ ഒരുപാട് തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. ബിക്കോസ് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. ശ്രദ്ധിക്കപ്പെട്ടത് മന്ത്രി ബഹുമാനപ്പെട്ട ബിന്ദു മാം ആണ് ഇടപെട്ടത്, ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ. പക്ഷെ അതിന്റെ പുരസ്കാരവും തന്നായിരുന്നു. അപ്പോൾ അത് കൂടാണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. അതൊരു സാധാരണ സെസ്ജെൻഡർ വ്യക്തികൾക്കായിരുന്നെങ്കിൽ അതിൽ കൂടുതൽ പ്രശ്നം ഇവിടെ നടന്നിരുന്നേനെ. ഒരു ട്രാൻസ്ഫോർമർ 2 പേർക്ക് സംഭവിച്ചു. അതായത് ഇവര് 2 പേരും വഴിയിൽ രാത്രി സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് വരികയായിരുന്നു. നിലവിൽ ഈ 2 ട്രാൻസ് യുവതികൾ ഒരു 11 മണി 11:45, ബിക്കോസ് എറണാകുളം എന്ന് പറയുന്ന ഒരു മെട്രോ സിറ്റിയിൽ ആ സമയം അത്ര വലിയ സമയം, നൈറ്റ് ലൈഫ് വളരെയധികം ആസ്വദിക്കുന്ന വ്യക്തികളാണ് എല്ലാവരും. അപ്പൊ 11:45 സമയത്ത് ഇവര് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് വരുന്ന വഴി കക്കൂസ മാലിന്യം ടാങ്കർ ലോറി കൊണ്ടുപോകുന്ന 2 പേര്
അതിലൂടെ ഇവര് ഭക്ഷണം കഴിച്ചിട്ട് ഇവരുടെ റൂമുകളിലേക്ക് പോകണമായിരുന്നു ഇവർ രണ്ടുപേരും. അതിന്റെ ഇടയിൽ ഒരു വ്യക്തി അതിന്റെ ഇടയിൽ എന്തോ പെപ്സി കൊക്കക്കോള എന്തോ വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് പോയി. ആ സമയത്ത് ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ മെട്രോ സ്റ്റേഷന്റെ വാതിക്കല്, പാലാരിവട്ടം മെട്രോ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവരുടെ റൂം. ഇവർ താമസിക്കുന്നത്, റെന്റിന് താമസിക്കുന്ന വാടക വീടുള്ളത്. അപ്പൊ ആ ഫ്രണ്ട് ഓപ്പോസിറ്റ് കടയിൽ പോയ സമയത്ത് ഈ പറഞ്ഞ 2 മാലിന്യ ടാങ്ക് ഒഴിക്കുന്ന 2 വ്യക്തികൾ അവിടെ മാലിന്യ ജലം കാണയിലേക്ക് ഒഴുക്കിയായിരുന്നു. ആ സമയത്ത് ഇവർ രണ്ടുപേരും കൊക്കക്കോള മേടിച്ചിട്ട് തിരിച്ച് നടന്നു വന്ന വഴിക്ക് ഇവരോട് ലൈംഗിക ചൊവ്വയോടെ ഇവർ സംസാരിച്ചു. ആര്? ഈ കക്കൂസ മാലിന്യം കളയുന്ന 2 യുവാക്കൾ, കൊച്ചി സ്വദേശികളാണ് രണ്ടുപേരും. ആര്? ഈ ടാങ്കർ ഓടിച്ച 2 വ്യക്തികളും. ഈ വ്യക്തികള് അവരോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ട് അവരോട് എന്തോ ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചപ്പോൾ അതിലുള്ള ഒരു ട്രാൻസ്വുമൺ കൈ തട്ടി മാറ്റി. അതിനുശേഷം അവർ വന്നപ്പോഴത്തേക്കും അവരോട് ജെൻഡർ അധിക്ഷേപം നടത്തിയിട്ട് ഇങ്ങനെയാണ് ചോദിച്ചത്, നീയൊക്കെയുള്ള ആണുങ്ങൾ പെണ്ണുങ്ങളായതല്ലേ, ജന്മനാ പെണ്ണല്ലായിരുന്നല്ലോ. അത് അവർക്ക് മൈൻഡിലാണ്ട് മോശമായിട്ട് അവരെ ബാധിച്ചു. ഇപ്പൊ എന്നെ തന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തിനെ അധിക്ഷേപിക്കുമ്പോൾ ജെൻഡർ അധിക്ഷേപമാണ്, വ്യക്തിഹത്യ ചെയ്യാൻ സാധിക്കില്ല. അത് ആർക്കും അവകാശമില്ല നമ്മുടെ ജെൻഡറിനെ ചോദ്യം ചെയ്യാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു ട്രാൻസ്വുമൺ ഒരുത്തി ഇതിൽ തന്നെ ഇടിയായിരുന്നു. അവൾ പറഞ്ഞു, നീ ആരാണ് ഇതൊക്കെ ചോദിക്കാണെന്ന് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വശപ്പശക്ക് എന്തോ നടന്നിട്ട് അവര് സാധാരണ കൂസിലില്ലാതെ നടന്നു പോവുകയായിരുന്നു. നടന്നു പോകുന്നതിന്റെ ഇടയിൽ നമ്മൾ ഈ കക്കൂസ മാലിന്യം കളയണമെന്നുണ്ടെങ്കിൽ ഇത് പലർക്കും അറിയില്ല, അവ്യക്തതയാണ്. ഇതുകൊണ്ടാണ് കൃത്യമായി മാലിന്യം കളയുന്ന ഈ കാണയിലെ സ്ലാബ് അകറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന കട്ടാമ്പാര ഈ വണ്ടിയുടെ അകത്തുണ്ടായിരുന്നു. ആ കട്ടാമ്പാര ഉപയോഗിച്ചിട്ട് അതിലൊരുത്തൻ ഇതിൽ വന്ന ആദ്യത്തെ ഒരു ട്രാൻസിനെ അടിച്ചു. ആ അടി കൊണ്ട് ഒരു ട്രാൻസ് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തൂടി വന്നവൻ മറ്റവളെ അടിച്ചു, മുതുകിനെയൊക്കെ നോക്കിയിട്ട് അടിച്ചു. പക്ഷേ അതിൽ 2 കുട്ടികൾക്കും നന്നായി വളരെ ബ്രൂട്ടലായി തന്നെ ആ കുട്ടികൾ ഇപ്പോഴും നോർമലി അവർ നടന്നിട്ടില്ല. ആ കാര്യം തേഞ്ഞു മാഞ്ഞു പോയി. ഇത്തരത്തിലുള്ള മാനുഷിക പരിഗണന കിട്ടാത്ത ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴും ട്രാൻസ്ജെൻഡർ മനുഷ്യർ നേരിടുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടും മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു കാര്യമായിരുന്നു സത്യം പറഞ്ഞാൽ. അവരെ നേരിട്ട് പോയി കാണുകയും അവരുടെ ആവശ്യങ്ങൾ നോക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അതിൽ ഒരുപാട് വിഷമം തോന്നിയ സമയത്ത് നമുക്ക് ഒട്ടും മനുഷ്യരല്ലേ. ഇപ്പോഴും എൻ്റെ സോഷ്യൽ മീഡിയയിൽ അതിന് കമന്റുകൾ ഇപ്പോഴും നന്നായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്തോണ്ട്. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, ട്രാൻസോ സ്ത്രീയോ പുരുഷനോ ആവട്ടെ. അത് സത്യം പറഞ്ഞാൽ അതൊരു മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കേസുകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പോഴും. മമ്മി പറഞ്ഞ പോലെ തന്നെ നിരവധി ക്രൈംസ് എല്ലാ വിഭാഗക്കാരും നേരിടുന്നുണ്ട്. അതിപ്പം ട്രാൻസ് കമ്മ്യൂണിറ്റി മാത്രമൊന്നുമല്ല. എന്നിരുന്നാൽ കൂടെ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇവർക്ക് അഗെയിൻസ്റ്റ് നടക്കുമ്പോൾ അത് എവിടെ എത്താതെ പോകുന്നുണ്ട് ചില കേസുകൾ അല്ലേ. ആദ്യം ഒന്ന് ജനശ്രദ്ധ നേടും, പിന്നീട് അത് ഒതുക്കി തീർക്കുന്ന പോലെ. പൊതുവെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാനും അത് തന്നെ പറയുന്നത്. ഈ 2 കുട്ടികളും നിലവില് ഭയങ്കരമായിട്ടും സ്ട്രഗിൾ ചെയ്തിരുന്നു. അതായത് ഈ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്തും ഈ കാര്യങ്ങൾ നടത്തിയ, അതായത് ഈ ഉപദ്രവിച്ച 2 വ്യക്തികൾക്കെതിരെയും ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്ത് വന്നിരുന്നു. ആര്? ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് സപ്പോർട്ട് ചെയ്തിട്ടല്ല, തല്ലിയ ആൾക്കാർക്ക് തലപ്പത്ത് നിന്ന് കോള് വരികയും FIR ഇടാൻ വൈകുകയും അതുപോലെ അതാണ് മാനുഷിക പരിഗണന ലഭിക്കാത്ത കാര്യങ്ങൾ. തലപ്പത്ത് കോള് വന്നു കഴിയുമ്പോൾ പോലീസുകാർ പോലും നമ്മളെ വകവയ്ക്കില്ല. ശരിക്കും മാതൃകാ പോലീസ് സ്റ്റേഷൻ, ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന പേരൊക്കെ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ നമ്മുടെ നീതി ഹനിക്കപ്പെടുമ്പോഴേ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ലേ? ഓഫ് കോഴ്സ്, ബിക്കോസ് ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ റീസെന്റ് നടന്നൊരു കാര്യമാണ്. നടന്ന് 2 മാസം പോലും ആയിട്ടില്ല, 1 മാസത്തിൽ കൂടുതൽ പകുതി ആയിട്ടുള്ളൂ. എങ്കിൽ പോലും 1.5 മാസമായി വന്നിട്ട്. പക്ഷേ ഹനിക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ട പരിഗണന തരും. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും നമ്മളോട് നീ ആണാണോ പെണ്ണാണോ, നിന്റെ എല്ലാം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുന്ന പോലീസുകാരും ഉണ്ട്. അത് അവർക്ക് ചില ഇടങ്ങളിൽ ഇപ്പോഴും ജെൻഡറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സെക്സിനെ കുറിച്ചിട്ടുള്ള അവബോധം ഇപ്പോഴും ഇല്ലാന്ന് തന്നെ പറയാം. പലയിടത്തും, പല മാതൃകാ പോലീസ് സ്റ്റേഷനുകളിലും. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. കേരള പോലീസിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതുകൂടാതെ നമുക്ക് തരുന്ന മര്യാദ തരുന്ന, ഒരു സ്ത്രീ എന്ന പരിഗണന തരുന്ന ഒരുപാട് മുതിർന്ന ഓഫീസർമാരും ഉണ്ട് നമ്മളോട്. ശരിക്കും ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ ആ ഒരു രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് ഒന്ന് പറയോ? ആദ്യമേ ഐഡന്റിറ്റിയിലൂടെ കടന്നു വന്നത് കൊണ്ടും അല്ലെങ്കിൽ ട്രാൻസ്വുമൺ ആയിട്ടാണല്ലോ പ്രസന്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ വീട്ടിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങനെ ആദ്യമേ അപ്പച്ചൻ പറഞ്ഞിരുന്നു, നിനക്ക് ആണായി ജീവിച്ചുകൂടെ, മറ്റാണ് മറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് പോകെ എൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അപ്പച്ചനും
കുറച്ച് അഴവൊക്കെ വരുത്തിയെന്ന് തന്നെ പറയാം. ബിക്കോസ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ അംഗീകാരം. സത്യം പറഞ്ഞാൽ അതൊരു ട്വിസ്റ്റാണ് കേട്ടോ, അത് ലക്കാണ്. ബിക്കോസ് ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്, അങ്ങനത്തെ ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിക്കും. എങ്ങനെ എനിക്ക് മാനസികമായിട്ട് ഞാൻ സ്വന്തം പള്ളിയിലോ അവിടെ ഇവിടെയും പോയില്ലെങ്കിലും ഞാൻ മാനസികമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ നന്നായിട്ട് മുറുകെ പിടിച്ചിട്ട് പ്രാർത്ഥിക്കും. എന്തെങ്കിലും നല്ലൊരു വെളിച്ചം വരും, എനിക്ക് വെളിച്ചം വരും എന്ന് കാത്തിരിക്കാം. പക്ഷെ ആദ്യമൊക്കെ അമ്മച്ചിയോട് സംസാരിക്കുമ്പോഴൊക്കെ അപ്പച്ചൻ ടി വിയിൽ കാണുമ്പോഴും വാർത്തയൊന്നും കാണുമ്പോഴൊന്നും നോക്കില്ലായിരുന്നു. പിന്നെ 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 പതുക്കെ അഴവ് വരാൻ നോക്കി. എങ്കിൽ പോലും എന്നെ വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലും എന്റെ പഴയ പേരൊക്കെ വിളിക്കും, പക്ഷെ ഇപ്പോഴും എന്നെ മോളെ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷം. എന്നെ സ്വീറ്റ് എന്ന് തന്നെ വിളിക്കുക ഇപ്പൊ. പക്ഷെ ഇടക്ക് അറിയാലോ, അപ്പച്ചനും അമ്മച്ചിയും പഴയ പേര് അവരിട്ട പേരാണ് ജനിച്ചപ്പോ, നമുക്ക് അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. അവരെന്നെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തല്ലോ. അത് ആ ഒരു ഇത് ചേർത്ത് പിടിക്കുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് എന്നെ എന്തെങ്കിലുമൊക്കെ അപ്പച്ചന് ഞാൻ സാരി ഉടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം വീട്ടിൽ ചെല്ലുമ്പോ. അപ്പോ അപ്പച്ചൻ ഫോൺ ചെയ്യുമ്പോ പറയും നീ വീട്ടിൽ വരുമ്പോ സാരി ഉടുത്തു വന്നാന്ന് പറയും. അതൊക്കെ. പിന്നെ അമ്മ എന്റെ ഡ്രസ്സ് ഇടാറുണ്ട്, എന്റെ ചുരിദാറുകൾ ഇടാറുണ്ട് അമ്മ. പിന്നെ എന്റെ സാരി ഉടുക്കാറുണ്ട്, എന്റെ അനിയന്റെ ഭാര്യ എന്റെ ഡ്രസ്സുകൾ ഇടാറുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടുന്ന പരിഗണനയാണല്ലോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പെണ്ണുങ്ങളാവും മാറിയിടുന്നത് എന്നൊക്കെ പറയുന്നത്. അത് അവർക്ക് ആ ഒരു അക്സെപ്റ്റൻസ് ആണ്. എനിക്ക് കൂടുതൽ കുറച്ചുകൂടി ആക്റ്റീവ് ആവണം. ഇനിയും കുറെ കാര്യങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു തുടക്കക്കാരത്തി എന്ന രീതിയിൽ തുടങ്ങിയത് ഞാൻ ഇതാണ് മാതൃകാപരമായി ഇനി ഞാൻ കാണിച്ചു കൊടുത്താലാണ്. നമ്മൾ കുറെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് പറ്റിയൊരു കാര്യം ബെഗ്ഗിങ്, അവർക്ക് പറ്റിയൊരു കാര്യം അന്യ സംസ്ഥാനത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ അവർക്ക് പറ്റിയൊരു കാര്യം സെക്സ് വർക്ക്. അതൊന്നും അല്ല. അവർക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, കല, കായിക, സിനിമ മേഖലകളിലൊക്കെ. അല്ലെങ്കിൽ നിയമമായിട്ട് ഒരു വക്കീലാവും. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ അഡ്വക്കേറ്റ് പത്മലക്ഷ്മി ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് മീഡിയാസിൽ ഞങ്ങൾക്ക് ആൾക്കാരുണ്ട്, സിനിമാ മേഖലകളിൽ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങളിൽ ആൾക്കാരുണ്ട്. എല്ലാ മേഖലകളിലും ഇതിപ്പോ ഇങ്ങനെ ഒരു മഴവില്ലാണ് ശരിക്കും. എല്ലാ മേഖലകളിലും ആൾക്കാരുണ്ട്. അത് ഫോട്ടോഗ്രാഫർ ഉണ്ട്, ട്രാൻസിന്റെ ഫോട്ടോഗ്രാഫർ ഉണ്ട്, ട്രാൻസ് മെൻ ഫോട്ടോഗ്രാഫർ ഉണ്ട്. അത് ഈ ഒരു മേഖലയിൽ വന്നപ്പോ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ചെയ്ത് അങ്ങനെ തന്നെയാണ്. ഒരു പൂമ്പാറ്റ പോലെ ആയിരുന്നു ഞാൻ. അത് ഐ എം സോ ഹാപ്പി. ശരിക്കും ട്രാൻസ് കമ്മ്യൂണിറ്റീനെ ലീഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആണ്. ആണ്. അത് ട്രാൻസ് കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഐഡന്റിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് നെഗറ്റീവ് ഒന്നും ഇല്ലാണ്ട് സമൂഹത്തിൽ എന്നെ ഒരു പള്ളിയിൽ പോകുമ്പോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് പോകുമ്പോ സ്വീറ്റി മമ്മി എന്ന് പറഞ്ഞ് വന്ന് കയ്യെ കയറി പിടിക്കുന്ന ഒരു കുഞ്ഞായിരിക്കാം. ആ കുഞ്ഞ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് എന്റെ വാക്കിൽ. അതാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ്. അല്ലാണ്ട് ഞാൻ പളപള തുടങ്ങുന്ന കല്ല് വെച്ച വസ്ത്രം ഇട്ടുകൊണ്ടോ ഒരു 10 പവന്റെ മാല ഇട്ടുകൊണ്ടോ ഒന്നല്ല. ഒരാളുടെ മനസ്സിലേക്ക് ഒരു വളർന്നു വരുന്ന കുഞ്ഞ്. ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പൊ അതില് നമ്മൾ ആരും ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന കമ്മ്യൂണിറ്റികൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും മാതൃകാപരമായി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമോ അത് എൻ്റെ മൈൻഡിലും എൻ്റെ ഐഡന്റിറ്റിയിലും വെച്ച് ഞാൻ കൊടുക്കും. അത് അങ്ങനെ തന്നെ ആയിരിക്കും. അത് ആര് എന്ത് പറഞ്ഞാലും നല്ലത് മാത്രമേ നമ്മൾ ചിന്തിക്കാൻ സാധിക്കാൻ പാടുള്ളൂ. ഇല്ലേ? ഇപ്പൊ മോളൊരു ആമി എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു അമ്മയാണ്. ആ അമ്മയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? സമൂഹത്തിന് മാതൃകയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് എന്നെ ഇവിടെ അക്സെപ്റ്റ് ചെയ്തിരുത്തി ഒരു ഇന്റർവ്യൂ, മാനസിക പരിഗണന തന്നെ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അത് തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. ചോദിക്കും. ശരിക്കും ഇപ്പോ തുറന്നു പറഞ്ഞല്ലോ, ഈ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം ഒരുപാട് മേഖലകളിൽ ഇപ്പം തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുക. സ്വീറ്റി മമ്മി പറഞ്ഞ മാതിരി പൊളിറ്റിക്കലി, അതല്ലെങ്കിൽ പോലീസ് ഫോഴ്സിൽ, അങ്ങനെ എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഏരിയയിലും നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും ജനറലി ഇവര് സെക്സ് വർക്കേഴ്സ് അല്ലേ, ഇവർക്ക് അറിയാം ഇവരെന്താണ്, ഇവര് എഡ്യൂക്കേറ്റഡ് ആണ്, ഇവര് റെപ്യൂട്ടഡ് ആണ്, എല്ലാ മേഖലയിലും ഇവർ എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും അറിയാതെ നടിച്ചിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന. അതെ, അതാണ് അടിച്ചമർത്തപ്പെടുക എന്നുള്ളത്. ബിക്കോസ് ഇവരാരും ഒന്നിലേക്ക് വരും. ഇപ്പൊ നമ്മള് ഏതെങ്കിലും രീതിയിൽ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്തേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് അതിന്റെ അടി വന്ന് കമന്റ് എഴുതും. അപ്പോ പൊതുവായിട്ട് ചിന്തിക്കുന്ന ഒരു ചിന്ത ഇവരെല്ലാം ഇങ്ങനെ തന്നെയാ, ഇവരെവിടെ പോയിരുന്നാലും അതൊക്കെ തന്നെ. പക്ഷെ അത് നമ്മൾ ആ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അറിയാം അവരാരും
പൊതുസമൂഹത്തിൽ മുഖം കാണിക്കാൻ ഉദ്ദേശിക്കുന്നവരോ അവരാരും അവരുടെ ഐഡന്റിറ്റി കാണിക്കാത്തവരോ നമ്മൾ അടിച്ചമർത്തപ്പെടുക. അത് പുരാതന കാലം മുഴുക്കെ അറിയാമല്ലോ, അടിച്ചമർത്തപ്പെടുക. പക്ഷേ അവരടിച്ചമർത്തിക്കോട്ടെ, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, നമുക്ക് കിട്ടുന്ന സമയങ്ങൾ, നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, ആ വിദ്യാഭ്യാസം, അതെല്ലാം നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമുക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അല്ലാതെ നമ്മളൊരാളെ ഉപദ്രവിച്ചു അല്ലെ ഒരാളെ ബാഡ് കമന്റ് ഇട്ടു നമ്മൾ അടിച്ചമർത്താൻ നോക്കി എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് അവിടെ ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സ്വീറ്റി പറഞ്ഞാൽ കിട്ടില്ല നിങ്ങൾക്ക് ഒരിക്കലും. നമുക്ക് ഒരു സ്ഥലത്തും അത് ഓരോ ക്യൂർ മനുഷ്യരോടും പറയുന്ന ഒരു കാര്യമാണ്. അടിച്ചമർത്തൽ അവരുടെ ഭാഗമാണ്. നമ്മൾ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ഇപ്പൊ അത് ഏതൊരു അവസരത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ പോരാട്ടത്തിന് എപ്പോഴും നമുക്കൊരു വീര്യവും ഒരു ശക്തിയും ഒരു സത്യവും ഉണ്ട്. ആ ഒരു കാര്യത്തിനാണ് എനിക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കൊച്ചിയിൽ നിന്ന് ഇവിടെ എത്തേണ്ട ആവശ്യമില്ല, ആരും എന്നെ വിളിക്കത്തുമില്ല. ശരിക്കും ഇപ്പോഴും ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞിട്ടും പുറത്തേക്ക് വരാനൊരു നിൽക്കുന്ന ആൾക്കാർ ഇനിയുണ്ടാവും. ഈ ഒരു വീഡിയോ കാണുന്ന അത്തരത്തിലുള്ള കുട്ടികളോട് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവരെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം, നിങ്ങളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ അതൊക്കെ ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ ഐഡന്റിറ്റി തുറന്ന് പറയാൻ സാധിക്കാത്തതിൽ എനിക്കും അതിലൊരുപാട് വിഷമമുണ്ട്. ബിക്കോസ് ഒരുപാട് കാര്യങ്ങളാണ് അതിലുള്ളത്. അത് ഒന്നാമത്തെ അച്ഛനും മാത്രമായി ജീവിക്കുന്ന കുടുംബം ഉണ്ടാവും, അമ്മ മാത്രമായി ലോകത്ത് ജീവിക്കുന്ന വ്യക്തികളുണ്ടാവാം. അവർക്കൊക്കെ അവരുടെ വീടുകൾ വിട്ടോ അവരുടെ സഹോദരങ്ങൾ വിട്ടോ അവർക്കൊരു ചീത്തപ്പേരുണ്ടാക്കി അവർക്ക് ഇറങ്ങാൻ ആഗ്രഹം ഉണ്ടാവത്തില്ല. ബിക്കോസ് എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട്, കന്യ എന്ന് പറയുന്നത്. ആ കുട്ടി സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ലോൺ എടുത്തിട്ട് അച്ഛനും അമ്മയുള്ള ഒരു കുടുംബത്താണ്, ഇപ്പോഴും കടക്കണിയിൽ ജീവിക്കുകയാണ്. പക്ഷെ ട്രാൻസ്വുമൺ ആണ് എങ്കിൽ പോലും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്കിൽ പോലും ഇപ്പൊ ഒരു ആൺ ശരീരത്തിൽ കുടുങ്ങിപ്പോയ ഒരു വ്യക്തി, ആ കുട്ടിയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞാൻ എന്നും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള എത്രയോ മനുഷ്യരുണ്ട് നമ്മുടെ സമൂഹത്തില്. അവരോടൊക്കെ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ കടന്നു പോകുന്നത് ആ ഒരു അവസരത്തിൽ നിങ്ങളുടെ മാനസികാരോഗ്യം, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കുക. നിങ്ങൾക്കും നല്ലൊരു കളറുള്ള ദിനം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ദിനം അത്ര വിദൂരമല്ല. പ്രയത്നിക്കുക, മറികടക്കാൻ ശ്രമിക്കുക, ശക്തിയോടെ മുന്നോട്ട് പോകാൻ, നിങ്ങളെ നിങ്ങളായി തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഭാവി പരിപാടികൾ എന്തൊക്കെയോ? ഭാവി പരിപാടികൾ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ മാരീഡ് ആണ്. എൻ്റെ ഹസ്ബൻഡ് രാഹുൽ ശർമ്മ അഹമ്മദാബാദ്കാരനാണ്. പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചോദിക്കുന്നത്. അദ്ദേഹം അവിടെ പുള്ളിക്കാരന് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊരു എന്താ പറയാ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അദ്ദേഹം ഒരു ഹിന്ദു, ഞാൻ ക്രിസ്ത്യനാണ്. അപ്പൊ അത് കൂടാണ്ട് അറിയാലോ, ഗുജറാത്ത് പോലുള്ളൊരു സ്ഥലത്ത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല പുള്ളിക്കാരനെ കല്യാണം കഴിച്ചതിൽ, ഒട്ടും അക്സെപ്റ്റബിൾ അല്ല പുള്ളിക്കാരന്റെ ഫാമിലി. അതോടൊപ്പം ഇവിടെ വരുന്നതിലും പ്രശ്നമുണ്ട്. ഞങ്ങൾ വളരെ രഹസ്യമായിട്ടാണ് പോയി കാണുന്നത്, അല്ലെങ്കിൽ ഫോണിലൂടെയാണ് കാണുന്നതെല്ലാം. സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാത്തത് കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ ഒരു കാര്യം ഇപ്പോഴും റിവീൽ ചെയ്യപ്പെടാത്തൊരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാത്തത് അദ്ദേഹത്തിന്റെ സ്വന്തം ഒരു ഇതുണ്ട്, സ്വകാര്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. ബിക്കോസ് ഞാൻ കല്യാണം കഴിഞ്ഞതിന്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ജീവിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ എന്തായാലും കുറെ ആൾക്കാരോട് ചോദിക്കാറുണ്ട് ഞങ്ങൾ ലീഗലി മാരീഡ് അല്ലേ എന്ന്. ഞങ്ങൾ ലീഗലി മാരീഡ് ആണ്. ഇതാണ് ഞങ്ങളുടെ കല്യാണത്തിന്റെ സർട്ടിഫിക്കറ്റ്. എന്തായാലും പല ആൾക്കാരും ചോദിക്കാറുണ്ട് നിങ്ങൾ ലീഗലി കല്യാണം കഴിഞ്ഞവരല്ലേ? ഞങ്ങൾ ലീഗലി കല്യാണം കഴിഞ്ഞവരാണ്. ഇതാണ് എന്റെ കല്യാണ സർട്ടിഫിക്കറ്റ്. എന്തായാലും മാരേജ് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുള്ളിടത്തോളം കാലം ഞങ്ങൾ ഡിവോഴ്സ്ഡ് അല്ല. ഞങ്ങൾ വളരെ ആലോചിച്ച് വളരെ മാനസികമായി അടുപ്പത്തോടെ എടുത്ത് ജീവിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ ആരും ബുദ്ധിമുട്ടണ്ട, ഹാപ്പിയായി ജീവിക്കുന്നു. സത്യം പറഞ്ഞാല് ഒരു അഭിനേത്രിയും കൂടിയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. പുതിയ എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഉണ്ട്. ഞാനിപ്പോ റീസെന്റ് ചെയ്തത് നമ്മുടെ കോഴിക്കോട് തന്നെ ആസ്പദമാക്കിയിട്ടുള്ള ദാസേന്റെ സൈക്കിള് എല്ലാം നമ്മൾ നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ ഒരു ഇതുണ്ടാവും. എപ്പോഴും ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടാവും മലയാള സിനിമയിൽ. ട്രാൻസ്വുമൺ അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ എപ്പോഴും കാണുന്നത്. മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. അതിലുപരി ട്രാൻസ്വുമൺ ആയിട്ട് തന്നെയാണ്. റോസി എന്നൊരു കഥാപാത്രത്തെയാണ് ഞാൻ ചെയ്തത്. ദാസേന്റെ സൈക്കിൾ ഇപ്പോൾ തിയേറ്ററിൽ റിലീസായിരുന്നു. ലാലേട്ടിന്റെ സിനിമ വന്നപ്പോൾ അത് മാറ്റി. ഇപ്പോൾ ഒരു 2 വീക്സ് നന്നായിട്ട് പോയിരുന്നു അത്. അതിനുശേഷം ഇപ്പോൾ അടുത്തത് വരുന്നത് മുരളി പത്മനാഭൻ സാറിന്റെ ബട്ടർഫ്ലൈ _85. അതൊരു മൂവിയാണ്, മലയാള സിനിമയാണ്. പുതുമുഖങ്ങളെ വെച്ചിട്ടാണ്. നമ്മുടെ ലാൽബാഗ് ചെയ്ത മമത മോഹൻദാസിനെ വെച്ചിട്ട് ലാൽബാഗ് ചെയ്ത ഡയറക്ടറാണ് പ്രശാന്ത് പത്മനാഭൻ. അദ്ദേഹത്തിന്റെ മൂവിയിൽ നല്ലൊരു ട്രാൻസ് കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട്.
അതിന്റെ ഷൂട്ട് എല്ലാം കഴിഞ്ഞു. അതിന്റെ പ്രീവ്യൂ ഷോ റീസെന്റ് കഴിഞ്ഞിരുന്നു ആ സിനിമ. പിന്നെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കണമെന്നുണ്ട്. നല്ലൊരു അവസരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല ക്യാരക്ടറും, അതുപോലത്തെ ക്യാരക്ടർ മാത്രമല്ല നമുക്ക് വേണ്ടത് ഏതെങ്കിലും രീതിയിൽ കുറെ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോ ഒരു നമ്മളിപ്പോ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള റോളുകൾ ചെയ്യുന്നത് ഒക്കെ അവസരങ്ങൾ കൊടുക്കണ്ടേ? സത്യം. എല്ലാത്തിലും സ്ത്രീയും പുരുഷനും മാത്രമല്ലല്ലോ. ഒരുപാട് സംവിധായകർ ഉണ്ടാവും, അവർക്കൊക്കെ ഇത്രയും സുന്ദരിയായി ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ? ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്നുള്ളത് ഞാൻ റെറ്റിനയുടെ ഒരു സാരഥി എന്നുള്ള രീതിയിൽ കൂടെ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എനിവേ ഇത്രയും നേരം ഞങ്ങളുടെ ലീഡിംഗ് ലേഡീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ചേർന്ന് നിന്നതിനും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം